നമസ്കാരം, സൗമ്യയാണ്. ലൈഫ് ഓഫ് അൻസുമയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മുടെ 7ാം മാസത്തിലെ കൂട്ടിക്കൊണ്ടുപോകൽ ദിവസമാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളും കാഴ്ചകളൊക്കെ നമുക്ക് ഇന്നത്തെ ഒരു വീഡിയോയിൽ കാണാം. അപ്പോൾ വളകാപ്പിൻ്റെ തലേന്നത്തെ ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അന്നേരം ഞങ്ങൾ മൈലാഞ്ചി ഇടുന്നത് കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ. ഒരു അരമണിക്കൂർ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് നാരങ്ങ നീരും കൂടി ആക്കിയപ്പോൾ പിറ്റേന്നത്തേക്ക് ഇത് ഇത്രയും നല്ല രീതിയിൽ കളർ വന്നിട്ടുണ്ട് കേട്ടോ. ഒരു സിമ്പിളായിട്ടുള്ള മൈലാഞ്ചി ആട്ടോ കയ്യിലിട്ടിട്ടുണ്ടായിരുന്നത്. അതൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും രാവിലെ ആയപ്പോൾ ജിനു ഇതേ എനിക്ക് മുല്ലപ്പൂവും ഒരു താമരപ്പൂവും 2 റോസാപ്പൂവും ഒക്കെ കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നേ. മുല്ലപ്പൂ എനിക്ക് തലയിൽ ചൂടാനും താമരപ്പൂവ് നമുക്ക് ഉരുളിയിൽ വെള്ളം നിറച്ചിട്ട് അതിൽ വെക്കാനൊക്കെ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞപ്പോൾ ഇതേ രാവിലെ തന്നെ അഞ്ചിയും മിന്നും കൂടെ നമ്മൾ തലേന്ന് ഒട്ടിച്ച് വെച്ചിട്ടുള്ള വാഴേൻ്റെ ഇലയിൽ വളകാപ്പ് എന്ന് എഴുതിയിട്ടുള്ളത് ഫിക്സ് ചെയ്യാൻ വേണ്ടി പോവുമായിരുന്നേ. അപ്പോൾ ഫിക്സ് ചെയ്യാൻ പോയപ്പോൾ അവർക്ക് ആ എഴുതി വെച്ചിരിക്കുന്ന വാഴേൻ്റെ ഇലയിലുള്ളത് കാണുമ്പോൾ ഒരു സുഖം തോന്നണില്ല. വേറൊരു വാഴേൻ്റെ ഇലയിൽ നമുക്ക് എഴുതിയാലോ എന്ന് പറഞ്ഞിട്ട് ഒരഭിപ്രായം വന്നു. അപ്പോൾ അതേ ഞങ്ങളെല്ലാവരും കൂടെ അപ്പം വാഴേൻ്റെ ഇല പറിക്കാൻ വന്നത്. അപ്പോൾ മായേൻ്റെ അവിടെ താഴത്തുനിന്ന് വാഴേൻ്റെ ഇല പറിച്ചു തരാമെന്ന് പറഞ്ഞ് പോകുന്നുണ്ട്. ഞങ്ങളെല്ലാവരും ഇവിടെ റോട്ടിലാട്ട് നിന്നത്. ഇതൊക്കെ അമ്മ നട്ട് വെച്ചിട്ടുള്ള കുഞ്ഞു കുഞ്ഞു വാഴേൻ്റെ ഇലകളാണ് കേട്ടോ. അപ്പോൾ അതൊന്നൊരു ചെറിയൊരു വാഴേൻ്റെ ഇല മായേൻ്റെ വെട്ടി തന്നിട്ടുണ്ട്. ഇനി അതിൽ ഒന്ന് വളകാപ്പ് എന്ന് എഴുതാം. അപ്പോൾ ഏതിലാണ് എഴുതിയത് ബെറ്ററായിട്ട് തോന്നുന്നത് അത് നമുക്ക് അവിടെ സ്റ്റേജിൻ്റെ അവിടെ കൊണ്ടുപോയി വെക്കാമെന്ന് പറയുന്നുണ്ട്. പിന്നെ അതേ നമ്മൾ വളകാപ്പിന് ടേബിളിൽ സെറ്റ് ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കാം കേട്ടോ. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ട് എനിക്ക് സാരിയൊക്കെ മാറി ഒരുങ്ങാനുള്ളതാണ്. അപ്പോൾ ഇതാ ചെറിയൊരു തളികയിൽ കുറച്ച് അരി ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ വാങ്ങിയിട്ടുള്ള എല്ലാ കുപ്പിവെള്ളുകളും നിരത്തി വെക്കുകയാണ്. അപ്പോൾ ചിന്നു ആണ് ഇതെല്ലാം അറേഞ്ച് ചെയ്യുന്നത്. അപ്പോൾ ഞാനും കൂടെ ജസ്റ്റ് ഒന്ന് കൂടിയിട്ടുണ്ട്. പിന്നെ എല്ലാ ഭാഗത്തും ഇങ്ങനെ തന്നെയാണ് വെക്കുകയെന്നറിയില്ല. നമ്മളൊരു ഇഷ്ടത്തിന് ഇങ്ങനെ വെക്കണമെന്നുള്ളൂ കേട്ടോ. അല്ലാതെ പ്രോപ്പർ ആചാരപ്രകാരമുള്ള വെക്കലൊന്നല്ല വെക്കുന്നത്. അപ്പം കാണാൻ കുറച്ച് ഭംഗിക്ക് വളകളൊക്കെ അതേ അറേഞ്ച് ചെയ്ത് വെക്കുന്നുണ്ട്. നമ്മൾ വാങ്ങിയ എല്ലാ വളകളും അതിൽ തന്നെ വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നടുവിൽ ഒരു ചെറിയ കുറച്ച് റോസാപ്പൂവിൻ്റെ ഇതളൊക്കെ വെച്ച് ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് വെക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ രാവിലത്തെ പണികൾ ഇതാണ്. എല്ലാവരുമൊക്കെ വന്ന് തുടങ്ങുന്നേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ മുന്നേ തന്നെ നമുക്ക് അറേഞ്ച് ചെയ്ത് വെക്കാനുള്ളതെല്ലാം ചെയ്ത് വെക്കുകയാണെങ്കിൽ പിന്നെ ഒരുങ്ങാനും ഒക്കെ പോകാമല്ലോ. അപ്പോൾ പിന്നെ അന്നേരം ധൃതി ഉണ്ടാവില്ലല്ലോ എന്ന് വിചാരിച്ചു. അങ്ങനെ വളതായ ഒരു താലം അല്ല ഒരു തളികയിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് ഉരുളി എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ വിഷുവിനൊക്കെ കണി വെക്കാൻ വേണ്ടിയിട്ട് വാങ്ങി വെച്ചിട്ടുള്ളൊരു ഉരുളിയായിരുന്നു കേട്ടോ. അപ്പോൾ അതിൽ കുറച്ച് വെള്ളം നിറച്ചിട്ട് കുറച്ച് താമരപ്പൂവും മല്ലികപ്പൂവും ഒക്കെ സെറ്റ് ചെയ്ത് വെക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. പിന്നെ ഇത് നല്ലൊരു തിരുവുടയാട കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് ഒരു ചെറിയൊരു എന്തിലെങ്കിലും ആദ്യം ഞങ്ങൾ വിചാരിച്ചിരുന്നത് പറ പോലത്തെ ചെറിയ പറ ഉണ്ടാവുമല്ലോ അതിൽ കുറച്ച് അരിയൊക്കെ നിറച്ച് വെച്ചിട്ട് ഇങ്ങനെ വെക്കാൻ വിചാരിച്ചേ. പിന്നെ പറ നമുക്ക് കിട്ടിയില്ല. അപ്പോൾ കിണ്ടീൻ്റെ ഇതിലാട്ടോ വെച്ചിട്ടുള്ളത്. അപ്പം ഇതൊക്കെ കാണുമ്പോൾ തെറ്റാണോ ശരിയാണോ എന്നറിയില്ല. എന്നാലും നമുക്ക് അറിയുന്ന രീതിയിൽ വെച്ചതാണ് കേട്ടോ. ഇനിയിപ്പോൾ തെറ്റാണെങ്കിലും ശരിയാണെന്നുണ്ടെങ്കിലും ഇതെല്ലാം നമ്മളൊരു ഡെക്കറേഷൻ എന്നുള്ള രീതിയിലാണ് വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ അത് ആ ഒരു രീതിയിൽ എല്ലാവരും കണ്ടാൽ മതി കേട്ടോ. അപ്പോൾ ഇത് നമ്മളിപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് പറിച്ച വാഴേൻ്റെ ഇലയിൽ വളകാപ്പ് എന്ന് എഴുതി 2 കുഞ്ഞി കാലൊക്കെ വരച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ചിന്നും അഞ്ചിയും ഈ വാഴേൻ്റെ ഇല സെറ്റ് ചെയ്യുന്നതിൽ ഫോക്കസ് ചെയ്തിരിക്കുകയായിരുന്നു. ഞാനും ചിന്നുമൊക്കെ ബാക്കി ടേബിളിൽ എന്തൊക്കെ വെക്കേണ്ടതെന്നുള്ളതിൻ്റെ അറേഞ്ച് ചെയ്യുന്നു. അപ്പോൾ ഷാജി കൊച്ചി വന്നിട്ടുണ്ട്. ഷാജി കൊച്ചി എൻ്റെ ചിന്നുവിൻ്റെ മിന്നുവിൻ്റെ അച്ഛനാണ്, അതായത് അരുണേട്ടൻ്റെ അച്ഛൻ്റെ അനിയൻ. അപ്പോൾ അവരിവിടെ ഈ ഒരു പൂമാലേൻ്റെത് പ്ലാസ്റ്റിക്കിൻ്റെയാണ്. അപ്പോൾ അതൊന്ന് സെറ്റ് ചെയ്യുന്ന തിരക്കിലാണ് കേട്ടോ. ഇല്ല, അത് വരും ഒറ്റ റിംഗ് ആയിട്ട് മെല്ലെ മെല്ലെ കുറച്ച് പൊന്തിച്ചോ. അത് ഓക്കെ ഓക്കെ. കുറച്ചുകൂടെ അങ്ങോട്ട് എടുക്ക്. അഞ്ചു ചേച്ചി കുറച്ചുകൂടെ എടുക്ക്. ഓ വള കാണത്തില്ല, വാ കാണത്തില്ല. കുറച്ച് വലിച്ചാൽ മതി, ഒരു ഇത്തിരി. ഓക്കെ കറക്റ്റാ. അങ്ങനെ വളകാപ്പിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്തായാലും സെറ്റ് ചെയ്ത് കഴിഞ്ഞു കേട്ടോ. ഇനിയിപ്പോൾ ടേബിളൊക്കെ സെറ്റ് ചെയ്യണം. അതിൻ്റെ അടിയിൽ കാർപ്പറ്റും ഒക്കെ ഇടാണ്ട്, റെഡ് കാർപ്പറ്റൊക്കെ ഇടാണ്ട്. അപ്പോൾ ഈ മുറ്റം കണ്ടാൽ തലേന്നത്തെ വലിയ മഴ പെയ്ത സ്ഥലമാണെന്ന് തോന്നിയിട്ടില്ല. അതാണ് ഞാൻ പറഞ്ഞത്, തലേന്ന് ഭയങ്കര മഴ പെയ്താലും കഴിഞ്ഞ വ്ലോഗിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഭയങ്കര വലിയ മഴ പെയ്താലും ഈ ഒരു സമയമാകുമ്പോഴത്തേക്കിനും മുറ്റമൊക്കെ ഉണങ്ങും എന്നുള്ളത്. അപ്പോൾ സിനിയമ്മയും അമ്മാവനും സിനിയമ്മയുടെ അമ്മയും ഒക്കെ വന്നിട്ടുണ്ട്. അവർ നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരുങ്ങാൻ വേണ്ടിയിട്ട് റൂമിലേക്ക് വന്നിട്ടുണ്ട്. ഷൈജി ചേച്ചിയാണ് കേട്ടോ എന്നെ
ഒരുക്കുന്നത്. ഞങ്ങൾ അറിയുന്ന ഫാമിലി ഫ്രണ്ടാണ് കേട്ടോ ഷൈജി ചേച്ചി. ചേച്ചി നന്നായിട്ട് ഒരുക്കും, സാരിയൊക്കെ നല്ല അടിപൊളിയായിട്ട് ഉടുത്തു തരും. അതുപോലെ തന്നെ ചെയ്യുന്ന മേക്കപ്പ് ആണെന്നുണ്ടെങ്കിലും നമുക്ക് നോർമൽ മേക്കപ്പ് പോലെ, അത് ഒരുപാട് എടുത്ത് നിൽക്കാതെ എന്നാൽ നമ്മുടെ മുഖത്തിന് സ്യൂട്ടായിട്ടുള്ള നല്ല അടിപൊളി മേക്കപ്പ് ചെയ്തു തരും കേട്ടോ. അപ്പോൾ എൻ്റെ റൂമൊക്കെ കുറച്ച് അലങ്കോലമായിട്ട് കിടക്കുകയാണ്, കാരണം കുറേ വളകാപ്പിൻ്റെ നമ്മൾ ഡെക്കോർ ചെയ്യുന്ന സാധനങ്ങളൊക്കെ ഈ റൂമിലായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം അതേ സാരിയൊക്കെ ഉടുപ്പിച്ച് തന്നിട്ടുണ്ട്. ഇത് നമ്മൾ കോഴിക്കോട് ശോഭികയിൽ നിന്നാണ് കേട്ടോ വാങ്ങിയിട്ടുണ്ടായിരുന്നത് സാരി. അപ്പോൾ ബേക്കിൽ ഇങ്ങനെ സിമ്പിളായിട്ട് മുല്ലപ്പൂവൊക്കെ വെച്ച്, മുടിയാണെന്നുണ്ടെങ്കിലും മുന്നിൽ ജസ്റ്റ് ഒരു കേളി പോലെ ഇങ്ങനെ ചെറിയൊരു വേവ് പോലെ ചെയ്തിട്ടുള്ള അങ്ങനെ ഒരു സ്റ്റൈലാണ് ചെയ്തത്. ഞാൻ പറഞ്ഞത് ഒരുപാട് അങ്ങ് ഒരുങ്ങണ്ട, പക്ഷെ എന്നാൽ ഫോട്ടോയിലൊക്കെ കാണുന്ന ലുക്കും വേണം, അങ്ങനത്തെ രീതിയിൽ. അപ്പം എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഗോൾഡ് അതിൽ നിന്നൊരു 2 മാല എടുത്തിട്ട് സിമ്പിളായിട്ടുള്ളൊരു മാലയും ഇടാം, അങ്ങനെയുള്ളൊരു തീരുമാനമായിരുന്നു. അപ്പോൾ ചേച്ചി എന്തായാലും നല്ല അടിപൊളിയായിട്ട് തന്നെ ഒരുക്കി തന്നിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ചേച്ചി ഒരുക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതായത് ഓവറായിട്ട് ഉണ്ടാവില്ല, നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള രീതിയിൽ നല്ല രീതിക്കായിട്ട് ചേച്ചി ചെയ്യാറുള്ളത്. അപ്പോൾ ഇവിടെ ഈ നമ്മുടെ നിലമ്പൂർ എടക്കര ഭാഗത്തൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഞാൻ ചേച്ചിയുടെ കോൺടാക്റ്റ് ചോദിച്ചാൽ തരണ്ട് കേട്ടോ, കാരണം നന്നായിട്ട് ചേച്ചി ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിൽ ഓർണമെൻറ്റ്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിലും ഒട്ടുമിക്കതും എൻ്റെ കയ്യിലുള്ള കാര്യങ്ങളൊക്കെയാണ് എടുത്തിട്ടുള്ളത്. നമ്മളതിൽ അരപ്പട്ട മാത്രമേ ഉള്ളൂ പുറത്തുനിന്ന് ഷോപ്പിൽ നിന്നായിട്ട് നമ്മൾ റെൻറ്റിന് എടുത്തിട്ടുള്ള, ബാക്കിയെല്ലാം നമ്മുടെ കയ്യിലുള്ളത് തന്നെയാണ് കേട്ടോ ചൂസ് ചെയ്തിട്ടുള്ളത്. ഞാൻ പറഞ്ഞല്ലോ, മുൻകൂട്ടി അങ്ങനെ ഒരുപാട് പ്ലാനിങ് ചെയ്തിട്ടുള്ളൊരു വളകാപ്പായിരുന്നില്ല. എല്ലാം ഒരു 1 വീക്ക് കൊണ്ട് ഉണ്ടായിട്ടുള്ള ഒരു അറേഞ്ച്മെൻറ്റ്സും സാധനങ്ങൾ വാങ്ങലും ഒക്കെ ആയിരുന്നു. പക്ഷേ ഓവറോൾ എല്ലാം ഒരുങ്ങിക്കഴിഞ്ഞ് ഫോട്ടോ ഒക്കെ എടുത്ത് കഴിഞ്ഞപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. ഞാൻ മാത്രമല്ല, നമ്മുടെ അനിയത്തിമാരും എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു ചേച്ചി ഓക്കെ ആണ്, നല്ല ഭംഗിയുണ്ട് എന്നുള്ളത്. അത് കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു സമാധാനമാണല്ലോ. പിന്നെ ഇപ്പം നമ്മൾ എങ്ങനെ ഒരുങ്ങിയിട്ടും കാര്യമില്ല, നല്ല വേനലിലായിരുന്നു, അതായത് നല്ല ചൂടിലായിരുന്നു നമ്മുടെ ഈ ഫംഗ്ഷൻ നടന്നിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് കുറച്ചൊക്കെ നന്നായിട്ട് വേർത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ വേർത്താലും അങ്ങനെ മേക്കപ്പ് ഒന്നും ഒലിച്ചു പോയിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ ചേച്ചി നല്ല ഹെവി ആയിട്ടല്ല എനിക്ക് ചെയ്തു തന്നത്, പാകത്തിനുള്ളതാട്ടോ ചെയ്തു തന്നത്. പക്ഷേ എന്താ പറയുക, എനിക്ക് ഓവറോൾ ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ ചേച്ചി ചെയ്തു തന്നത്. അങ്ങനെ ഒരുക്കമൊക്കെ കഴിഞ്ഞ് സാരി കൊടുത്ത് ഇങ്ങനെ ആയിട്ടുണ്ട് കേട്ടോ. വലിയ കുഴപ്പമൊന്നുമില്ല എന്നാണ് എൻ്റെ മനസ്സ് പറയുന്നത്. എനിക്കെന്തായാലും ഒരുക്കിയത് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ. ഒരു സിമ്പിളായിട്ട് എന്നാൽ കുഴപ്പമില്ലാത്ത രീതിയിൽ ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ഓവറോൾ നിന്നൊന്ന് ജസ്റ്റ് ഒന്ന് വീഡിയോ എടുക്കാൻ ഞാൻ പറയുന്നത്. അതൊക്കെ നമുക്കൊരു മെമ്മറിയാണ് കേട്ടോ കുറച്ച് നാൾ കഴിയുമ്പോൾ. അപ്പോൾ ബാക്കിൽ മുല്ലപ്പൂ ഇങ്ങനെയാണ് വെച്ചിട്ടുള്ളത്. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ കുറച്ച് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട്, അതായത് സിംഗിളായിട്ടുള്ള കുറച്ച് ഫോട്ടോസ് ഫംഗ്ഷൻ തുടങ്ങുന്നതിന് മുന്നേ എടുക്കാൻ വേണ്ടിയിട്ട് വീടിൻ്റെ താഴത്തേക്ക് ഇറങ്ങി പോവുകയാണ്. കുറച്ച് അപ്പുറം പോയിട്ടുണ്ടെങ്കിൽ ഒരു വീടിൻ്റെ മുറ്റത്ത് ഇതുപോലെ ഒരു കട്ടയൊക്കെ പതിച്ച് നമുക്ക് ഫോട്ടോ എടുക്കാൻ പറ്റിയ നല്ലൊരു ബാക്ക്ഗ്രൗണ്ട് കിട്ടിയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഇവിടുത്തെ ചേച്ചീനോട് ചോദിച്ചിട്ട് ഞങ്ങൾ ഇവിടെ നിന്ന് കുറച്ച് സ്റ്റില്ല് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ വളകാപ്പിന് ഇങ്ങനത്തെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് വെച്ചാൽ നമ്മുടെ കുഞ്ഞുവാവ വന്ന് അതിന് കുറച്ച് ഒരു ബോധമൊക്കെ, പറഞ്ഞാൽ മനസ്സിലാവുന്ന സമയത്ത് ഇതൊക്കെ നമുക്ക് കാണിച്ചു കൊടുക്കാമല്ലോ. ഇങ്ങനെയായിരുന്നു 7ാം മാസത്തിലെ ചടങ്ങുകൾ, ഇങ്ങനെയൊക്കെ ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു, ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞു കൊടുക്കാമല്ലോ. അപ്പോൾ അവിടുന്ന് അത്യാവശ്യം ഫോട്ടോസൊക്കെ എടുത്തതിന് ശേഷം ഗ്രൂപ്പ് ഫോട്ടോയും സിംഗിൾ ഫോട്ടോയും ഒക്കെ എടുത്തതിന് ശേഷം ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ അരുണേട്ടൻ പോണ വഴിക്ക് വീഡിയോ കോൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ ഈ സാരി ഇങ്ങനെ ഉടുത്തതുകൊണ്ട് അത് ചുളുങ്ങും ഒന്നും ചെയ്യാതിരിക്കാൻ വേണ്ടി പതുക്കെ കയറലും പതുക്കെ ഇറങ്ങലും ഒക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഫോട്ടോ എടുത്തിട്ട് നമ്മൾ തൊട്ട് താഴെ തന്നെയാണ് നമ്മൾ ഫോട്ടോ എടുത്തത്. പിന്നെ തിരിച്ചിങ്ങോട്ട് നടക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് കാറിൽ വന്നത് കേട്ടോ. ഫോട്ടോ എടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്കിനും നെറ്റിയിൽ തൊട്ട സിന്ദൂരമൊക്കെ ഒലിച്ച് താഴത്തേക്ക് വരാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. കാരണം അത്രയും വെയിലും ചൂടുമായിരുന്നില്ല. ഈ ചൂടത്ത് ഇങ്ങനെയൊന്നും മേക്കപ്പ് ഇട്ട് നിൽക്കാനൊന്നും നമ്മളെക്കൊണ്ട് കഴിയില്ല. പൊതുവേ സാരിയൊന്നും ഉടുത്ത് നിൽക്കാൻ നമുക്ക് കഴിയത്തില്ല. അപ്പോൾ ഫംഗ്ഷൻ തുടങ്ങിയിട്ടില്ല. ഒരു 11:30 ആകുമ്പോഴാണ് എൻ്റെ വീട്ടിൽ നിന്ന് വരിക. അപ്പോഴാണ് ഫംഗ്ഷൻ തുടങ്ങുക. അപ്പോഴത്തേക്കിനും മുറ്റത്ത് കാർപ്പറ്റൊക്കെ വിരിച്ച് ചെയറൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇങ്ങനെ ചെറിയൊരു ബോർഡ് കൂടെ ഞങ്ങൾ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതൊക്കെ മിന്നുവിൻ്റെ ഐഡിയ ആയിരുന്നു കേട്ടോ.
ചേച്ചി ഇങ്ങനെ ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഇതേ നമുക്ക് ഇരിക്കാനുള്ളൊരു ചെയർ ഇട്ടിട്ടുണ്ട്. ചെയർ എന്ന് പറഞ്ഞാൽ ഒരു 2-3 പേർക്ക് അറ്റ് എ ടൈമിൽ ഇരിക്കാൻ പറ്റുന്ന രീതിയിൽ. പിന്നെ അതേ പഴം, ആപ്പിൾ, ഓറഞ്ച്, അനാറ്, കുപ്പിവള, ഇതാണ് ഞാൻ നേരത്തെ ഉരുളിയിൽ താമരയൊക്കെ വെള്ളമൊക്കെ ഒഴിച്ച് വെക്കണം എന്ന് പറഞ്ഞത്. ഇതൊക്കെ നമുക്ക് ഓരോ ഐഡിയാസ് കിട്ടുന്നത് നമ്മൾ റീൽസിൽ നിന്നും മറ്റുള്ളവരുടെ വീഡിയോസൊക്കെ നോക്കിയിട്ടാണ് കേട്ടോ. അല്ലാതെ ഇതൊന്നും നമ്മൾ ചെയ്ത് പരിചയമില്ലല്ലോ. അപ്പോൾ അതേ എൻ്റെ വീട്ടിൽ നിന്ന് എല്ലാവരും വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതേ പുറത്ത് നിൽക്കുന്നു, ഉള്ളിലേക്ക് കയറാൻ വേണ്ടി പോവാണ്. അപ്പോൾ 7ാം മാസത്തെ ചടങ്ങിന് കാണാൻ വരുമ്പോൾ പണ്ടൊക്കെ നമ്മുടെ നാട്ടിൽ ഇതുപോലെ അലമാരയോ കട്ടിലോ അങ്ങനെയൊക്കെ കൊണ്ടുവരുന്ന ചടങ്ങുണ്ട്. എൻ്റെ വീട്ടുകാർ വന്നപ്പോൾ അലമാരയാണ് കൊണ്ടുവന്നത്. എന്നോട് ചോദിച്ചിരുന്നു എന്താ വേണ്ടതെന്നുള്ളത്. ഞാൻ പിന്നെ നമ്മുടെ വീട്ടിൽ ഓൾറെഡി AC-യും വാഷിംഗ് മെഷീനും എല്ലാം ഉള്ളതുകൊണ്ട് ഒന്നും അങ്ങനെ വേണ്ടെന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ അവർ വന്നപ്പോൾ അലമാരയും കൊണ്ടാട്ടോ വന്നത്. ഇതെനിക്ക് എന്തായാലും യൂസ്ഫുള്ളാണ്. നമുക്ക് കുഞ്ഞാവയൊക്കെ വരുമ്പോൾ ഡ്രസ്സൊക്കെ ഒരുപാട് ഉണ്ടാവുമല്ലോ, അപ്പോൾ അതൊക്കെ എടുത്ത് വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത് എല്ലാവരും വന്നിട്ടുണ്ട്. നമ്മുടെ റിലേറ്റീവ്സും വീടിൻ്റെ അടുത്തുള്ളവരും അമ്മേൻ്റെ കൂടെ ജോലി ചെയ്യുന്നവരും അങ്ങനെ എല്ലാവരും ഉണ്ടായിരുന്നു. പിന്നെ സ്വീറ്റ്സും ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മളവിടെ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 7ാം മാസത്തിൽ വരുമ്പോൾ 7 കൂട്ടോ എത്ര കൂട്ടം പലഹാരങ്ങൾ കൊണ്ടുവരും. അതുപോലെ ഇതുപോലെ എന്തെങ്കിലും അലമാരയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊണ്ടുവരും. അങ്ങനെയൊക്കെയാണെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. എൻ്റെതിലും അങ്ങനെയൊക്കെയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അലമാര അത് എല്ലാവരും കൂടെ ചേർന്ന് വീടിൻ്റെ ഉള്ളിൽ കയറ്റി വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ഓരോ നാട്ടിലേക്കും ഓരോരോ രീതിയിലായിരിക്കും കേട്ടോ. 7ാം മാസത്തെ വളകാപ്പ് 7ാം മാസത്തെ കാണൽ എന്ന് പറയുന്നത്. വളകാപ്പ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നാട്ടിലില്ലാത്തൊരു സംഭവമാണ്. അത് ശരിക്കും ഇപ്പോൾ നമ്മൾ ട്രെൻഡിങ്ങിൽ വന്നിട്ടുള്ള സംഭവമാണ്. പക്ഷേ 7ാം മാസത്തെ കാണാൻ വരലും കൂട്ടിക്കൊണ്ടുപോകലും കാണാൻ വരുമ്പോഴുള്ള ഓരോ ചടങ്ങുകളൊക്കെ ഓരോ നാട്ടിലേക്കും വേറെ വേറെ ആയിരിക്കും. കേരളത്തിൽ നമ്മളവിടെ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും വന്നിട്ടുണ്ട്, എല്ലാവരും അവിടെ ഇരിക്കുന്നുണ്ട്. ഇനി പതുക്കെ നമ്മൾ ചടങ്ങ് തുടങ്ങുകയാണ്. ചടങ്ങ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ വളകാപ്പ് വെച്ചതുകൊണ്ട് എന്താ പറയുക, വള കയ്യിലിട്ട് തരുന്നു, ചന്ദനം മുഖത്ത് തേച്ച് തരുന്നു. പിന്നെന്താ മധുരമാണ് ശരിക്കും തരിക. എനിക്ക് ഷുഗർ ആയതുകൊണ്ട് ഞങ്ങളതിന് പകരം അനാറാണ് വെച്ചിട്ടുള്ളത്. അനാറ് തന്നാൽ മതിയല്ലോ, അപ്പോൾ ഷുഗർ കഴിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ കണ്ണനെ കണ്ടപ്പോൾ എല്ലാവരും കണ്ണനെ കൊഞ്ചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. കണ്ണനാണെങ്കിൽ കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ച് നല്ല സുന്ദര കുട്ടനായിട്ട് നിൽക്കുകയാണ്. ഏറെ സ്നേഹത്തോടുകൂടി കുട്ടിയെ നമ്മൾ വെൽക്കം ചെയ്യുകയാണ്. ആദ്യം തന്നെ നമ്മുടെ മോൻ കുട്ടി അരുൺചേട്ടനില്ല, അരുൺചേട്ടന്റെ പ്രസൻസ് കൂടെ നമ്മൾ വിളിച്ചുകൊണ്ട് നമ്മൾ ഇത് തെളിയിക്കുകയാണ്. നല്ലൊരു കൈയാവാം. അച്ഛനും ചേർന്ന് 2 പേരും ചേർന്നുകൊണ്ട് ഈ വീഡിയോക്കെല്ലാം അമേരിക്കൻ
പെങ്ങന്മാരായിട്ടും ചേച്ചിമാരായിട്ടും ചേട്ടന്മാരായിട്ടും ഉള്ളവരൊക്കെ കടന്നു വരാം. വളിയിടാം. ഇത് ബസ് ചെയ്ത് വളയാക്കിയിട്ട് മധുരമൊക്കെ പങ്കിട്ടുകൊണ്ടാണ് നമ്മൾ ഈ ഒരു സെറമണി ഇങ്ങനെ കൊണ്ടുപോകുന്നത്. നല്ല ബാക്ക്ഗ്രൗണ്ടിൽ നല്ല മ്യൂസിക് ഉണ്ട്. അതൊക്കെ എൻജോയ് ചെയ്തുകൊണ്ട് എല്ലാവരും ഓരോരുത്തരായിട്ട് കടന്നു വരിക. പ്രോഗ്രാം ഒരു ലാഗ് ഇല്ലാണ്ട് നിങ്ങളെ അതായിരുന്നു അറിയില്ല. ഫോട്ടോ എടുക്കണേ. അങ്ങനെ വളകാപ്പിൻ്റെ എല്ലാ ചടങ്ങുകളും കഴിഞ്ഞിട്ട് അപ്പോൾ അതിൻ്റെ ലാസ്റ്റ് അരുണേട്ടനും അരുണേട്ടൻ്റെ അനിയും കുഞ്ഞും കൂടെ വീഡിയോ കോൾ ചെയ്യുന്നുണ്ടായിരുന്നേ. ശരിക്കും പറഞ്ഞാൽ അവർ കൂടെ ഉണ്ടാവേണ്ടതാണ്. അപ്പോൾ അതങ്ങനെ ആലോചിച്ചപ്പോൾ എനിക്ക് പെട്ടെന്ന് സങ്കടം വന്നു കേട്ടോ. അപ്പോൾ എന്തായാലും വളകാപ്പിൻ്റെ ചടങ്ങൊക്കെ കഴിഞ്ഞ് എല്ലാവരും ഭക്ഷണം കഴിക്കാനുള്ള പുറപ്പാടിലാണ്. ചടങ്ങിൻ്റെ ഒപ്പം പാട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതിന്റെ ഒരിഞ്ഞുണ്ട്
ഇപ്പം വരാം. അപ്പോൾ വളകാപ്പിൻ്റെ ചടങ്ങൊക്കെ കഴിഞ്ഞിട്ട് ആ ഇലയൊക്കെ വെച്ച് ഡെക്കറേറ്റ് ചെയ്ത സംഭവം ഉണ്ടല്ലോ, അത് ഞങ്ങൾ പുറത്തേക്ക് എടുത്ത് വെച്ചേ. കാരണം ഉള്ളിൽ പന്തലൊക്കെ ഇട്ടതുകൊണ്ട് അത്രയ്ക്ക് അങ്ങോട്ട് ബ്രൈറ്റ്നസ് കിട്ടുന്നുണ്ടായിരുന്നില്ല ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് അത് പുറത്ത് വെച്ച് ഇവിടുന്ന് 2-3 ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ. ചേർന്നതാണ്. അങ്ങനെ ഫോട്ടോ എടുക്കലെല്ലാം കഴിഞ്ഞിപ്പോൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്നേക്കട്ടെ. അപ്പോൾ സദ്യയായിരുന്നു നമ്മുടെ വീട്ടിലുണ്ടായിരുന്നത്. സദ്യ പ്ലസ് ഒരു നോൺ വെജ്, അതായത് ചിക്കൻ വരട്ടിയതോ ചിക്കൻ കടായിയോ അങ്ങനെ എന്തോ സംഭവമായിരുന്നു. അപ്പോൾ എനിക്കിതൊന്നും അങ്ങനെ കഴിക്കാൻ പറ്റില്ല. ചിക്കനൊക്കെ കഴിക്കാം കേട്ടോ, പിന്നെ ഈ പച്ചക്കറികളെല്ലാം കഴിക്കാം. അതുകൊണ്ട് ചോറ് മാത്രം കുറച്ചിട്ടിട്ട് ബാക്കി എല്ലാ പച്ചക്കറിയും കൂട്ടിയിട്ടാണ് ഞാൻ സദ്യ കഴിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ പുളിഞ്ചൊക്കെ കാണുമ്പോൾ നമുക്ക് കഴിക്കാൻ തോന്നും, അതുപോലെ പായസം കാണുമ്പോൾ കഴിക്കാൻ തോന്നും. പക്ഷെ ഒക്കെ കൺട്രോളിൽ വെച്ചിട്ട് ബാക്കിയുള്ള എല്ലാ പച്ചക്കറികളും കൂട്ടിയിട്ട് ഞാൻ നന്നായിട്ട് എന്തായാലും എൻ്റെ വളകാപ്പിൻ്റെ സദ്യ 7-ാം മാസത്തെ കൂട്ടിക്കൊണ്ടുപോകാനെൻ്റെ സദ്യ എന്തായാലും ആസ്വദിച്ച് കഴിച്ചിട്ട് നല്ല സദ്യയായിരുന്നു. നമ്മൾ ഭക്ഷണം എല്ലാം പുറത്ത് ഏൽപ്പിച്ചേക്കായിരുന്നു കേട്ടോ. കാരണം ഭക്ഷണം ഉണ്ടാക്കാൻ കൂടെ നിന്നിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും എല്ലാ പ്രോഗ്രാമിലും പങ്കെടുക്കാൻ കഴിയില്ല. അപ്പോൾ അതേ എൻ്റെ ഫുഡ് ഇതാണ്ട് ഒരു കുഞ്ഞ് ഇത്തിരി ചോറും ബാക്കി മൊത്തം കറികളും കേട്ടോ. അപ്പോൾ അതും കൂട്ടിയിട്ട് നന്നായിട്ട് ഭക്ഷണം കഴിച്ചു. അപ്പോൾ എന്തായാലും ഹാപ്പി ആയിട്ടുള്ളൊരു ചടങ്ങ് തന്നെയായിരുന്നു. ഭയങ്കര സന്തോഷമായിട്ട് എല്ലാവരും വന്ന് നമ്മളെ അനുഗ്രഹിച്ച് ഭക്ഷണമൊക്കെ കഴിച്ച് ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇനി വീട്ടിലേക്ക് പോകാനുള്ള സമയമാകും. അപ്പോഴത്തേക്കിനും ഞാൻ സാരി ചേഞ്ച് ചെയ്യും കേട്ടോ. നോർമലി നമ്മൾ കല്യാണ സാരി ഉടുത്തിട്ടാണ് വീട്ടിലേക്ക് പോകേണ്ടത്. അപ്പോൾ എന്തായാലും കുറച്ച് കഴിയുമ്പോൾ എന്താ പറയുക, നമ്മൾ സാരിയൊക്കെ ചേഞ്ച് ചെയ്ത് ഓർണമെൻറ്റ്സ് ഒക്കെ ഇട്ടിട്ട് നമ്മൾ വീട്ടിലേക്ക് പോവുകയാണ് ചെയ്യുക. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഭയങ്കര വെയിലും ചൂടൊക്കെ ആയതുകൊണ്ട് വേർത്തൊലിക്കുകയാണ് കേട്ടോ. ഏകദേശം എല്ലാം ഒരുങ്ങിയ സംഭവങ്ങളൊക്കെ പോയി തുടങ്ങിയിട്ടുണ്ടായിരുന്നു, മേക്കപ്പൊക്കെ. എന്തായാലും ഞാൻ ആസ്വദിച്ചിരുന്നിട്ട് ഭക്ഷണം മൊത്തം കഴിച്ചു കേട്ടോ. തുടങ്ങി ഇപ്പൊ തുടങ്ങേ. അങ്ങനെ ഫൈനലി എല്ലാ ചടങ്ങുകളും കഴിഞ്ഞപ്പോൾ ലാസ്റ്റത്തെ ചടങ്ങായിട്ടുള്ള ദക്ഷിണ കൊടുക്കലാണ്. ഒരുപാട് പേർക്കൊന്നും കൊടുക്കുന്നില്ല. നമ്മുടെ വീട്ടിലെ മുതിർന്ന ആൾക്കാരുണ്ടാവുമല്ലോ, കാരണവന്മാർ, അരനേട്ടൻ്റെ വീട്ടിലുള്ള, അപ്പോൾ അവർക്കൊക്കെ ദക്ഷിണ കൊടുത്തിട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇതും കൂടെ കഴിഞ്ഞാൽ നേരെ നമുക്ക് കാറിൽ കയറാം. പിന്നെ തിരിഞ്ഞ് നോക്കി യാത്ര പറയരുത് എന്നൊക്കെയാണ്. അപ്പോൾ ആരോടും യാത്രയൊന്നും പറഞ്ഞില്ല, അങ്ങനെ തിരിഞ്ഞ് നോക്കിയിട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ അരനേട്ടൻ്റെ അച്ഛനും അമ്മയ്ക്കും കുഞ്ഞമ്മമാർക്കും കൊച്ചച്ചന്മാർക്കും അമ്മാവന്മാർക്കും അമ്മായിമാർക്കും ഒക്കെ ദക്ഷിണ കൊടുത്തു. ഈ നടുവിൽ നിൽക്കുന്നത് എൻ്റെ അച്ഛമ്മയാട്ടോ. അപ്പം അച്ഛമ്മ എല്ലാവർക്കും കുറച്ച് പൂവും അരിമ്പൂവും ഒക്കെ കൈ കൊടുക്കും. ഞാൻ ദക്ഷിണ എല്ലാവർക്കും കൊടുക്കും കേട്ടോ. അതായത് ഒരു വെറ്റിലയും മടക്കിയും വെച്ചിട്ടാണ് എല്ലാവർക്കും ദക്ഷിണ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എല്ലാവർക്കും ദക്ഷിണയൊക്കെ കൊടുത്ത് എല്ലാവരുടെയും അനുഗ്രഹമൊക്കെ മേടിച്ചിട്ട് ഞാൻ വീട്ടിലേക്ക് ഇറങ്ങാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പല ഭാഗങ്ങളിലും പല രീതിക്കാണ് 7-ാം മാസത്തെ ചടങ്ങ് എന്ന് പറയുന്നത്. നമ്മുടെ നാട്ടിൽ ഇങ്ങനെയാണ്. പിന്നെ ചില നാട്ടിലൊക്കെ നമ്മൾ റീൽസിലൊക്കെ കണ്ടിട്ടുണ്ട് പൊങ്കാല ഇടുന്നതൊക്കെ. നമ്മളവിടേക്ക് അങ്ങനെയൊന്നുമില്ല കേട്ടോ. ഇതാണ് നമ്മളവിടുത്തെ ചടങ്ങ്. അപ്പോൾ കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു വളകാപ്പിൻ്റെ വീഡിയോസൊക്കെ ഇടണം എന്നുള്ളത്. അപ്പോൾ എന്തായാലും നമുക്കൊരു മെമ്മറിയാണ്. നമ്മുടെ ലൈഫിൽ ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ നടന്നു പോകുമ്പോൾ അത് ഷൂട്ട് ചെയ്ത് വീഡിയോ ആക്കിയിട്ട് യൂട്യൂബിലിട്ട് അത് കുറേ നാളുണ്ടാകും. അപ്പോൾ നമുക്കൊരു മെമ്മറി ആണല്ലോ. അപ്പോൾ എന്തായാലും എൻ്റെ 7-ാം മാസത്തെ കൂട്ടിക്കൊണ്ടുപോയി ചടങ്ങാണ്. ഒരുപാട് സന്തോഷമുണ്ട്. ഇങ്ങനെ മംഗളമായിട്ട് എല്ലാം സന്തോഷത്തോടെ ഹാപ്പി ആയിട്ട് എൻഡ് ചെയ്യാനും പറ്റിയതിലും ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. അപ്പോൾ അത് ഞാൻ ആരോടും പുറകേക്ക് തിരിഞ്ഞു നോക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ തിരിഞ്ഞു നോക്കാതെ നമ്മുടെ വണ്ടിയിൽ കയറി ദേ ഇപ്പം ഞാൻ എൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ വീട്ടിലെത്തിയിട്ട് അമ്മ വിളക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് കാത്തു നിൽക്കുകയാണ്. അപ്പോൾ വിളക്കൊക്കെ തന്ന് ഞാൻ ആ വിളക്കൊക്കെ പിടിച്ചിട്ട് ഉള്ളിൽ കയറി നമ്മൾ പൂജാ റൂമിൽ വെച്ച് ഒന്ന് പ്രാർത്ഥിക്കും. അതോടെ
നമ്മുടെ ചടങ്ങൊക്കെ കഴിയും കേട്ടോ. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ ക്ഷമയോടെ കാത്തിരുന്ന അല്ലെങ്കിൽ കണ്ടുകൊണ്ടിരുന്ന എല്ലാവരോടും ഒരുപാട് നന്ദി പറയുന്നു. അപ്പോൾ ഞങ്ങളുടെ ലൈഫിലെ ഞങ്ങളുടെ കുഞ്ഞിനെ വരവേൽക്കാനുള്ള അതിലുള്ള ഒരു മൈൽ സ്റ്റോൺ എന്ന് പറയാം. അപ്പോൾ അതെന്തായാലും ഗംഭീരമായിട്ട് നടന്നു കേട്ടോ. അപ്പോൾ എല്ലാവരുടെയും പ്രാർത്ഥനയും അനുഗ്രഹമൊക്കെ ഇനിയും വേണം. അപ്പോൾ കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്തൊരു എപ്പിസോഡ് വരെ